ഇനി കണ്ണൂരിലേക്ക് പോകുമ്പോൾ സന്തോഷ് ഉണ്ട്. സന്തോഷ, കണ്ണൂരിന്റെ പ്രത്യേകത നമുക്കറിയാം. വലിയ ആവേശത്തോടു കൂടി ഓരോ തെരഞ്ഞെടുപ്പിനെയും സ്വാഗതം ചെയ്യുന്ന ജില്ല കൂടിയാണ്. എങ്ങനെയായിരുന്നു കണ്ണൂരിലെ കൊട്ടിക്കലാശ കാഴ്ചകൾ? അസിത, അത്യന്തം ആവേശകരമായിരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം. അക്ഷരാർത്ഥത്തിൽ കണ്ണൂർ നഗരം ഒരു ചെങ്കടലായി മാറുന്ന കാഴ്ച തന്നെയാണ് കണ്ണൂരിൽ കണ്ടത്. വലിയ ആവേശമാണ് LDF സ്ഥാനാർത്ഥി MV ജയരാജന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഉണ്ടായത്. കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ LDF പ്രവർത്തകർ നാടിന്റെ നാനാഭാഗങ്ങളിലും ഈ കൊട്ടിക്കലാശം ഏറ്റവും ആവേശകരമായ രീതിയിലുള്ള ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കുകയായിരുന്നു. കണ്ണൂരിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കാൾടെക്സ് ജംഗ്ഷനിലാണ് സമാപിച്ചത്. നൂറുകണക്കിന് ആളുകൾ ആണ് ഈ ഒരു കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നത്. വളരെ ആവേശകരമായ ഒരു പരിസമാപ്തിയിലേക്ക് തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം പോയത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യം പ്രചരണം തുടങ്ങി. പ്രചരണത്തിന്റെ പൊതുപര്യടനം 3 ഘട്ടങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രചരണത്തിന്റെ തുടക്കം മുതൽ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മേൽക്കോയ്മ, മേധാവിത്വം, പ്രചരണം അവസാനിക്കുന്ന കൊട്ടിക്കലാശത്തിന്റെ സമയത്തും LDF സ്ഥാനാർത്ഥിക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആവേശം LDF പ്രവർത്തകർക്കിടയിൽ കണ്ണൂരിൽ പകരുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി MV ജയരാജനും അതോടൊപ്പം തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള LDF പ്രവർത്തകരും ഒന്നടങ്കം ഉള്ളത്. ഈ കൊട്ടിക്കലാശത്തിന് ആവേശം പകരുന്നതിനായി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ സാന്നിധ്യവും ഈ കൊട്ടിക്കലാശത്തിന് ഉണ്ടായിരുന്നു. ഗോവിന്ദൻ മാസ്റ്റർ ഈ പ്രചരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പറഞ്ഞത്, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും സത്യമാണെങ്കിൽ ഇത്തവണ 20 മണ്ഡലങ്ങളിലും LDF മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കുവച്ചത്. ഏതായാലും ഈ സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായുള്ള പ്രകടനം കടന്നുപോയപ്പോൾ റോഡിന് ഇരുവശത്തു നിന്നും ആളുകൾ സ്ഥാനാർത്ഥിയെ കൈവീശി കാണിച്ച് പിന്തുണയർപ്പിക്കുന്ന, അഭിവാദ്യമർപ്പിക്കുന്ന ഏറ്റവും ആവേശകരമായ കാഴ്ചയും ഉണ്ടായി. അത്തരത്തിൽ ഏതാണ്ട് 2 മാസത്തോളം നീണ്ടുനിന്ന ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് അതിൻ്റെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു പരിസമാപ്തിയിൽ എത്തിയത്. അസിത, വളരെ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. ഒപ്പം തന്നെ മറ്റു മുന്നണി സ്ഥാനാർത്ഥികളും ആവേശത്തോടു കൂടി തന്നെ കണ്ണൂരിലും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നു.